നമസ്കാരം. 2016 നവംബർ 8 രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആ ചരിത്രപ്രധാനമായ പ്രഖ്യാപനവും അതിനെ തുടർന്ന് അർദ്ധരാത്രിയോടെ രാജ്യത്തെ 500-ൻ്റെയും 1000-ൻ്റെയും കറൻസി നോട്ടുകൾ വെറും പേപ്പർ കഷ്ണങ്ങളായി മാറിയതും ഇന്ത്യൻ ജനത അത്ര പെട്ടെന്നൊന്നും മറക്കാൻ ഇടയില്ല. രാജ്യം മുഴുവൻ ഒരു നിമിഷം സ്തംഭിച്ചുപോയ ആ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ ആഘാത തരംഗങ്ങൾ ഇന്നും ജനമനസ്സുകളിൽ അവശേഷിക്കെ ഇന്ത്യൻ കറൻസി വ്യവസ്ഥയിൽ വീണ്ടും ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നതായിട്ടാണ് സാമ്പത്തിക ഇടനാഴികളിൽ നിന്നുമൊക്കെ തന്നെ പുതിയ സൂചനകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്ത് വീണ്ടും ഒരു നോട്ട് നിരോധനം വരാൻ പോവുകയാണോ, നിലവിലുള്ള നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൂർണ്ണമായും പിൻവലിക്കുകയാണോ തുടങ്ങിയ ആശങ്കാജനകമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിലെങ്ങും ഉയർന്നു കേൾക്കുന്നത്. അമിതമായ ഈ ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഈ അടുത്ത് പട്നയിലും മുംബൈയിലുമായിട്ട് നടന്ന RBIയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ നിർണായക യോഗങ്ങളിൽ കറൻസികളുടെ ഭാവിയെക്കുറിച്ച് അതീവ ഗൗരവമേറിയ ചില നിർണായക ചർച്ചകൾ നടക്കുകയുണ്ടായി. എന്നാൽ പൊതുജനങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഇത് മറ്റൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥയോ നോട്ട് നിരോധനമോ അല്ല, മറിച്ച് വിപണിയിലെ പേപ്പർ നോട്ടുകൾ അവയ്ക്ക് പകരം കൂടുതൽ സുരക്ഷിതവും മോടിയുള്ളതുമായിട്ടുള്ള പോളിമർ അഥവാ പ്ലാസ്റ്റിക് നോട്ടുകൾ രാജ്യത്ത് വ്യാപകമാക്കാനുള്ള RBIയുടെ ഒരു പതിറ്റാണ്ട് പഴക്കമുള്ള മാസ്റ്റർ പ്ലാനിൻ്റെ പുനരുജ്ജീവനമാണ് എന്നാണ് വിശ്വസനീയമായിട്ടുള്ള ബിസിനസ് മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഗൂഗിൾ പേയും ഫോൺ പേയും പോലെയുള്ള UPI ഡിജിറ്റൽ സംവിധാനങ്ങളില്ലാതെ ഇന്ന് ജീവിക്കാൻ കഴിയില്ലെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ എത്തിയിട്ടും വിപണിയിൽ ലിക്വിഡ് ക്യാഷ് ഡിമാൻഡ് ഒട്ടും കുറയുന്നില്ലെന്ന യാഥാർത്ഥ്യമാണ് ഈ പുതിയ പരിഷ്കാരത്തിന് കേന്ദ്ര ബാങ്കിനെ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത്. സാങ്കേതികവിദ്യ എത്ര തന്നെ പുരോഗമിച്ചാലും ഇന്ത്യൻ ജനതയ്ക്ക് കയ്യിൽ പണം വെച്ച് വിനിമയം നടത്തുന്നതിനുള്ള താല്പര്യം വർദ്ധിച്ചു വരികയാണെന്ന് RBIയുടെ വാർഷിക കണക്കുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ കേവലം പേപ്പർ നോട്ടുകൾ മാത്രം അച്ചടിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിൽ നിന്നും ചിലവഴിക്കുന്നത്. കറൻസി നോട്ടുകളുടെ നിർമ്മാണത്തിനും അവയുടെ വിതരണത്തിനുമായിട്ട് ഉണ്ടാകുന്ന ഈ അമിത ചിലവുകളൊക്കെ ചുരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലവിലുള്ള പേപ്പർ നോട്ടുകൾക്ക് പകരമായിട്ട് പോളിമർ നോട്ടുകളുടെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പൈലറ്റ് പ്രൊജക്റ്റ് ഉടൻ തന്നെ രാജ്യത്ത് യാഥാർത്ഥ്യമാക്കാൻ RBI ഇപ്പോൾ ഒരുങ്ങുന്നത്. പ്ലാസ്റ്റിക് നോട്ടുകളുടെ നിർമ്മാണ ചെലവ് പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ വളരെ കുറവാണ് എന്നതും അവ പെട്ടെന്നൊന്നും കേടുപാടുകൾ സംഭവിക്കാതെ കൂടുതൽ കാലം വിപണിയിൽ നിലനിൽക്കുമെന്നതാണ് ഈ പുതിയ പദ്ധതിയിലൂടെ രാജ്യം ഇപ്പോൾ ലക്ഷ്യമിടുന്ന സാമ്പത്തിക നേട്ടം. നോട്ടുകൾ അച്ചടിക്കുന്നതിനായിട്ട് സർക്കാർ ചിലവഴിക്കുന്ന കോടികളുടെ കണക്കുകൾ പരിശോധിച്ചാൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് RBIയുടെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളിൽ നമുക്ക് തന്നെ പുറത്തു വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ 2024-25 സാമ്പത്തിക വർഷത്തെ വാർഷിക കണക്കുകൾ പ്രകാരം സുരക്ഷിതമായ പേപ്പർ കറൻസി നോട്ടുകൾ വിപണിയിൽ എത്തിക്കാൻ മാത്രം നമ്മുടെ റിസർവ് ബാങ്ക് ചിലവഴിച്ചതാകട്ടെ 6372 കോടിയോളം രൂപയെന്ന വൻ തുകയാണ്. അത് തൊട്ട് മുമ്പത്തെ വർഷത്തെ അച്ചടി ചിലവ് 5104 കോടി രൂപയായിരുന്നു എന്നത് ഓർക്കണം. രാജ്യത്തെ ഡിജിറ്റൽ ഇടപാടുകൾ കുതിച്ചു വരുമ്പോഴും നോട്ടുകൾ അച്ചടിക്കാനുള്ള ആവശ്യകതയും അതിൻ്റെ ചിലവും ഒട്ടും കുറയാതെ മുകളിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാകും. ഇത്തരത്തിൽ നോട്ടുകൾ വീണ്ടും അച്ചടിക്കുന്നതിനായിട്ട് വരുന്ന ഭീമമായിട്ടുള്ള തുക രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയൊരു ബാധ്യതയായിട്ട് മാറുന്ന സാഹചര്യത്തിലാണ് വർഷങ്ങളോളം യാതൊരു കേടുപാടും കൂടാതെ വിപണിയിൽ കറങ്ങിത്തിരിയാനായിട്ട് ശേഷിയുള്ള പോളിമർ നോട്ടുകൾ എന്ന സുസ്ഥിരമായിട്ടുള്ള ബദൽ മാർഗത്തിലേക്ക് RBI ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വിപണിയിൽ ഉപയോഗിക്കുന്ന പേപ്പർ നോട്ടുകൾ അഴുക്കാകുന്നതും കീറിപ്പോകുന്നതും റിസർവ് ബാങ്കിനും ബാങ്കിങ് ഇതര മേഖലകൾക്കുമൊക്കെ തന്നെ വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ദൈനംദിന ഉപയോഗത്തിനിടയിൽ അശ്രദ്ധ കാരണം നോട്ടുകൾ വാഷിംഗ് മെഷീനിൽ വീണ് നനയുകയോ മഴയത്ത് പെടുകയോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുമ്പോൾ കീറിപ്പോവുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പതിവാണ്. ഇത്തരം കേടുപാടുകൾ സംഭവിച്ച നോട്ടുകൾ കടകളിൽ വാങ്ങാൻ വിസമ്മതിക്കുമ്പോൾ പൊതുജനങ്ങൾ അത് മാറ്റിയെടുക്കാനായിട്ട് ബാങ്കുകളെ സമീപിക്കുകയും ഇത് RBIക്ക് വലിയൊരു അധിക ജോലിഭാരമായിട്ട് മാറുകയും ചെയ്യുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇത്തരത്തിൽ അഴുക്കായതും കീറിയതുമായിട്ടുള്ള 23.8 ബില്യൺ അതായത് 2380 കോടി നോട്ടുകളാണ് RBIക്ക് വിപണിയിൽ നിന്നും പിൻവലിച്ച് നശിപ്പിച്ച് കളയേണ്ടി വന്നത്. മുൻ വർഷത്തെ 21.24 ബില്യൺ നോട്ടുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നശിപ്പിക്കപ്പെട്ട നോട്ടുകളുടെ എണ്ണത്തിൽ 12.3% വലിയൊരു വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ നശിപ്പിക്കപ്പെടുന്ന നോട്ടുകളിൽ ഭൂരിഭാഗവും 500 രൂപയുടെയും 100 രൂപയുടെയും ഉയർന്ന മൂല്യമുള്ള കറൻസികളാണ് എന്നതിനാൽ തന്നെ വെള്ളം നനഞ്ഞാലും കീറാത്തതുമായ പ്ലാസ്റ്റിക് നോട്ടുകൾ വരുന്നതോടെ രാജ്യത്തിൻ്റെ ഖജനാവിന് ആയിരക്കണക്കിന് കോടി രൂപ ലാഭിക്കാൻ സാധിക്കുമെന്നതിൽ തർക്കമില്ല. ഡിജിറ്റൽ ഇന്ത്യ എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുമ്പോഴും വിളിക്കുമ്പോഴും രാജ്യത്തിൻ്റെ വിപണിയിൽ ഇപ്പോഴും യഥാർത്ഥ രാജാവ് കറൻസി പണം തന്നെയാണ് എന്ന വാസ്തവം അടിവരയിടുന്നതാണ് RBIയുടെ പുതിയ സ്ഥിതിവിവര കണക്കുകളൊക്കെ തന്നെ. ഒരു സാധാരണ ചായക്കട മുതൽ വലിയ ടോൾ പ്ലാസകൾ വരെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് ഡിജിറ്റലായിട്ട് പണം നൽകുന്നുണ്ടെങ്കിലും വിപണിയിലെ പണത്തിൻ്റെ ഒഴുക്ക് അഥവാ കറൻസി സർക്കുലേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. 2026 മെയ് മാസത്തെ കണക്കുകൾ പ്രകാരം
വിപണിയിലെ പണത്തിൻ്റെ വിനിമയം മുൻവർഷത്തേക്കാൾ 11.5% വർദ്ധിച്ച് 42.86 ട്രില്യൺ രൂപയെന്ന എക്കാലത്തെയും വലിയ റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ്. വിപണിയിലെ പണത്തിൻ്റെ അളവ് ഇത്രത്തോളം വർദ്ധിക്കുന്നത് ജനങ്ങൾക്ക് കയ്യിൽ നേരിട്ട് പണം വേണമെന്ന മാനസികാവസ്ഥയെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ആവശ്യകതയെ ദീർഘകാലത്തേക്ക് നേരിടാൻ കൂടുതൽ ഈട് നിൽക്കുന്ന ഒരു കറൻസി വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് അനിവാര്യമാണ്. ഇന്ത്യൻ വിപണി നേരിടുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധി ചെറിയ തുകകളുടെ നോട്ടുകളായിട്ടുള്ള 10 രൂപ, 20 രൂപ എന്നിവയുടെയൊക്കെ തന്നെ കടുത്ത ക്ഷാമമാണ്. നിലവിൽ വിപണിയിലുള്ള ആകെ കറൻസി മൂല്യത്തിൽ 10 രൂപ നോട്ടിൻ്റെ പങ്ക് വെറും 0.7%, 20 രൂപ നോട്ടിൻ്റെതാകട്ടെ 0.8% മാത്രമാണ്. ഈ കറൻസി ക്ഷാമം പരിഹരിക്കാനായിട്ട് നാണയങ്ങളുടെ സപ്ലൈ 2024 സാമ്പത്തിക വർഷത്തിൽ 1.2 ബില്യണിൽ നിന്നും 1.5 ബില്യണായിട്ട് ഉയർത്തിക്കൊണ്ട് 5 രൂപയുടെയും 20 രൂപയുടെയും കോടിക്കണക്കിന് നാണയങ്ങൾ RBI പുറത്തിറക്കിയിരുന്നു. എന്നാൽ നാണയങ്ങളുടെ അമിത ഭാരം കാരണം ആളുകളവ പോക്കറ്റിൽ കൊണ്ടു നടക്കാനായിട്ട് മടിക്കുന്നതിനാൽ തന്നെ RBIയുടെ ആ ഒരു ശ്രമം പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ ഭാരമില്ലാത്തതും എന്നാൽ നാണയങ്ങളെപ്പോലെ ദീർഘകാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള പ്ലാസ്റ്റിക് ചെറിയ നോട്ടുകളൊക്കെ തന്നെ വിപണിയിലെത്തിക്കുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് കേന്ദ്ര ബാങ്ക് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ കൊണ്ടുവരിക എന്ന ആശയം ഒരു പുത്തൻ അറിവല്ല. മറിച്ച് 2012 അന്നത്തെ UPA സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇതിനായിട്ടുള്ള ആദ്യ ശ്രമങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. അന്ന് കറൻസികളുടെയൊക്കെ തന്നെ ആയുസ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 10 രൂപയുടെ 1 ബില്യൺ പോളിമർ നോട്ടുകൾ രാജ്യത്തെ 5 പ്രമുഖ നഗരങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അന്നത്തെ സാങ്കേതിക വിദ്യയുടെ പരിമിതികൾ കാരണം ആ പദ്ധതി ദൗർഭാഗ്യവശാൽ പരാജയപ്പെടുകയും സർക്കാരിന് അത് ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. കാരണം 2012 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ATM മെഷീനുകൾക്കൊന്നും തന്നെ പ്ലാസ്റ്റിക് നോട്ടുകളുടെ ആ ഒരു കട്ടിയും ഘടനയും വേർതിരിച്ചറിയാനോ അവ കൃത്യമായിട്ട് വിതരണം ചെയ്യാനോ ഉള്ള ആധുനിക സെൻസറുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതോടൊപ്പം തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഒക്കെ തന്നെ ഭരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വെല്ലുവിളികളെല്ലാം തന്നെ പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ അത്യാധുനിക ATM മെഷീനുകൾക്ക് പോളിമർ നോട്ടുകൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് RBI ബോർഡ് വൃത്തങ്ങളൊക്കെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ പരിശോധിച്ചാൽ പ്ലാസ്റ്റിക് നോട്ടുകൾ എന്നത് ലോകത്തിന് ഒരു പുതിയ വാർത്തയല്ല. മറിച്ച് 60-ലധികം രാജ്യങ്ങൾ വർഷങ്ങളായിട്ട് ഇത് വിജയകരമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. 1988 ഓസ്ട്രേലിയയിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് $10 പ്ലാസ്റ്റിക് കറൻസി പുറത്തിറക്കിക്കൊണ്ട് ഈ സാമ്പത്തിക വിപ്ലവത്തിന് തുടക്കമിട്ടത്. തുടർന്ന് സിംഗപ്പൂർ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ, കാനഡ തുടങ്ങിയ വികസിത രാജ്യങ്ങളും ഈ പാത സ്വീകരിച്ചു. എന്നാൽ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള $ഡോളർ നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് അല്ല ഉപയോഗിക്കുന്നത്. പകരം പതിറ്റാണ്ടുകളോളം കേടുപാടുകൾ കൂടാതെ ഇരിക്കുന്ന പ്രത്യേകതരം കോട്ടൺ ലിനൻ മിശ്രിതമാണ് അവർ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ പൂർണ്ണമായി നടപ്പിലാക്കുമ്പോൾ പൊതുജനങ്ങൾ യാതൊരു വിധത്തിലും പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് RBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു നോട്ട് നിരോധനമല്ല, മറിച്ച് ഘട്ടം ഘട്ടമായി പഴയ പേപ്പർ നോട്ടുകൾ ബാങ്കുകളിൽ തിരിച്ചെത്തിക്കുന്നതിനനുസരിച്ച് അവയ്ക്ക് പകരം പുതിയ പോളിമർ നോട്ടുകൾ വിപണിയിലേക്ക് നൽകുന്ന ഒരു നവീകരണ പ്രക്രിയ മാത്രമാണ്. അതിനാൽ ഒരൊറ്റ രാത്രി കൊണ്ട് കയ്യിലുള്ള പണം അസാധുവാകുമോ എന്ന ഭയം ആർക്കും ആവശ്യമില്ല. സോ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. Please subscribe our channel.